പള്ളിമുക്കിലെ മല്ലന്മാർ. ഹലോ, ആരാ? അതെ, പറഞ്ഞോളൂ മാഡം. എന്താ? ഓ അതെ, വളരെ നന്ദി മാഡം, സന്തോഷം. മാഡം ഞാൻ തിരിച്ചു വിളിക്കാനേ. ഞാനേ എൻ്റെ ഭാര്യയോട് ഇതൊന്ന് ഇക്കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. വിളിക്കാം ഉടനെ വിളിക്കാം. ഓക്കെ ഓക്കെ. ഈശ്വര, ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇതാ പറയുന്നത്, ഭാഗ്യം വരേണ്ട സമയത്ത് തേടിപ്പിടിച്ച് തന്നെ വേണം. എന്തോ ചേട്ടാ ഈ കിടന്നോണ്ട് രാവിലെ ബഹളം ഉണ്ടാക്കുന്നേ? എനിക്ക് പെരിയ പറഞ്ഞാലും ചെവി കേൾക്കാൻ പറ്റും. പിന്നെ ഈ ചായക്ക് വേണ്ടിട്ടല്ലേ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കിയത്? ചായക്ക് വേണ്ടിട്ടല്ല, അല്ലെങ്കിലും ഇപ്പൊ ചായയൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ ഭാര്യമാർ ഇപ്പൊ കൃത്യമായിട്ട് കൊടുക്കും. ഈ വാർത്ത ഒന്ന് വായിച്ചു, ഇതൊന്ന് വായിച്ചു. ചായ കൊടുക്കാൻ താമസിച്ചതിന് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ചേട്ടാ ഇതങ്ങ് യു പിയിലല്ലയോ? എടി, യു പി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഓ, ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും. ഞാനും പത്രമൊക്കെ വായിക്കുന്നതാ. ഇവിടെ വല്ലതും ആയിരിക്കണം. ഇങ്ങോട്ട് വരട്ടെ കത്തിയായിട്ട്. അല്ല, പരസ്യം നോക്കാൻ വേണ്ടി മാത്രമല്ല നീ പത്രം നോക്കുന്നത്, സ്വർണത്തിന്റെ വില നോക്കാൻ വേണ്ടി പത്രം വായിക്കും. ഇത്രയും ജീക്കയുള്ള ചേട്ടനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇത് പറയാൻ വേണ്ടി അല്ല നിന്നെ ഞാൻ വിളിച്ചത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ ഞെട്ടിപ്പോകും. ഓ ചേട്ടാ, പറയുന്നെങ്കിൽ പറ. ഇതില് പണ്ടാരണ്ട് പറഞ്ഞ മാതിരി മെഗാസീനിലെ കഥ എഴുതുന്ന പോലെ നീട്ടിക്കൊണ്ട് പോകുന്നു. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അത് ചേട്ടൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ ചോദിക്കുന്നേ? ഒരു മാസം മുമ്പേ നമ്മൾ ടൗണിൽ ഒരു എക്സിബിഷൻ കാണാൻ പോയത് ഓർക്കുന്നുണ്ടോ? അന്ന് ഒരു മാസം മുൻപ് നമ്മൾ ആ ട്രാവൽസിലെ ഒരു കൂപ്പൺ കുത്തിച്ചു കൊടുത്തില്ലേ ചേട്ടാ? അതിന്റെ റിസൾട്ട് വന്നോ? എടി, അവരാ വിളിച്ചത്. നമുക്ക് സമ്മാനമുണ്ട്. നേരാണ് ചേട്ടാ. വല്ല ഏപ്രിൽ ഫൂളും ആണോ? ഓഗസ്റ്റ് മാസത്തിലാണോ ഏപ്രിൽ ഫൂൾ? ചേട്ടാ, ഈ ഏപ്രിൽ മാസം മാത്രമേ ഉള്ളൂ ഏപ്രിൽ ഫൂള്? അല്ല ചേട്ടാ, നമുക്ക് ഈ സമ്മാനം ഗോൾഡ് കോയിൻ വല്ലതും ആണോ? അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ കാര്യം ഇതാ, സ്വർണത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. കോയിനോ ഗീനോ ഒന്നുമല്ല. വിദേശത്തോ സ്വദേശത്തോ ഒരാഴ്ചത്തെ ടൂർ, അതാണ് സമ്മാനം. സത്യമാണ് ചേട്ടാ. നമുക്ക് വിദേശത്ത് പോവാം. സ്വിറ്റ്സർലൻഡിൽ പോയാലോ? എല്ലാവരും വിദേശത്ത് പോകുന്നു. എനിക്ക് പൊടിയാ. ചേട്ടനാണെങ്കിൽ എന്നെ ആ ആലപ്പുഴ ബീച്ച് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. നിന്നെ ഞാൻ ആലപ്പുഴ ബീച്ചിലെങ്കിലും കൊണ്ടുപോകുന്നില്ലേ? അവിടെ പോലും ഭാര്യമാരെ കൊണ്ടുപോകാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട്. നീ ഒന്ന് കണക്കെടുത്തു പോയി. ഓ, എനിക്കിതിന്റെ എല്ലാം കണക്കെടുക്കാനില്ലേ നേരം? എടി, ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, ഈ 3 രാജ്യമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്. ഇത്രയും രാജ്യങ്ങളേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ശ്രീലങ്ക പോയാലോ? ശ്രീലങ്ക എങ്കിൽ ശ്രീലങ്ക. നീ പോയി പെട്ടെന്ന് ഒരുങ്ങുക. ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിക്കാനേ ഭാര്യയും കൂടി ചെല്ലണമെന്നാണ് ട്രാവൽ ഏജൻസിക്കാർ പറഞ്ഞത്. അപ്പം ഭാര്യയുടെ വില അറിയാവുന്നവർ ഇവിടൊക്കെ ഉണ്ട്. അതെ, ഒരു 5 മിനിറ്റ് ഞാൻ പോയിട്ട് ആ ആനിയോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ അത് വന്നിട്ട് പറഞ്ഞാ പോലെ. പോയെന്ന് അത് പോരാ. കാരണം അവളും അവളുടെ ആങ്ങളെയും കൂടെ സിംഗപ്പൂരിൽ പോകുന്നു, മലേഷ്യ പോകുന്നു. ദിവസം കള്ള. എനിക്കും ഇതൊന്ന് പറഞ്ഞിട്ട് തന്നെ
വിളിച്ചു പോകുന്നേ? ആഹാ, ആങ്ങളെയും പെങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എത്ര നേരമായിട്ട് കിടന്ന് വിളിക്കുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു ആരോ കിടന്ന് വിളിക്കുന്നു. ശ്യാമളേച്ചിയായിരുന്നു അല്ലേ? രാവിലെ എന്തുവാ ഇത്ര അത്യാവശ്യം? ഇപ്പൊ പബ്ലിഷ് ആക്കണ്ട. ഞങ്ങളുടെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണത്തില്ല. ഞങ്ങളുടെ വീടൊന്ന് ശ്രദ്ധിച്ചോ, അത് പറയാനായിട്ടാണ്. അല്ല, നിങ്ങൾ എവിടേക്ക് പോവാ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും സ്വിറ്റ്സർലൻഡ്, ഇല്ലെങ്കിൽ ശ്രീലങ്ക. അല്ല, നിങ്ങൾ സ്ഥിരം ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ അല്ലായിരുന്നോ? അതൊക്കെ വിട്ടോ? കുറെ നാളായില്ലേ ആലപ്പുഴ ചങ്ങനാശ്ശേരി കറങ്ങാൻ തുടങ്ങി. സത്യം പറ, നല്ല ലോട്ടറി അടിച്ചോ? അല്ലെങ്കിൽ വല്ല സ്വന്തക്കാരും സ്പോൺസർ ചെയ്ത് കാണും. ഒരു സ്പോൺസറും ഇല്ലാതെ ഞങ്ങൾ പോകും. ഞങ്ങളുടെ ജാതകത്തിലെ ടൂറിയോഗമുണ്ട്. നിങ്ങളെപ്പോഴും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ അല്ലയോ കറക്കം. നിങ്ങൾ ഒന്ന് പോയിട്ട് വരട്ടപ്പാ. പോയിട്ട് വേഗം വരണേ. ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ആഴ്ച US പോകാനുള്ളതാ. ഇവനാണെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. യുവത്തിൽ ചെന്നിട്ട് വേണം ഒരാഴ്ച സിംഗപ്പൂരിന് പോവാൻ. അപ്പോഴേ ഞങ്ങൾ എന്നാ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. നിങ്ങൾ എവിടാന്ന് വെച്ചാ പോ. അവർക്ക് വന്നെന്ന്. എടാ നമ്മള് ടോക്കൺ കൊടുത്തവരില്ലേ, അവർക്ക് വന്നെന്ന്. അയ്യോ, ഇതെന്തോരു വേഷമാ ഇത്? ഇതന്നെ കുഴപ്പം. അതിന് കുഴപ്പമോ? എടാ മര്യാദക്ക് ഒരു ഓഫീസോ ഇല്ല. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണ്ടേ? ഇതിനൊക്കെ ഉള്ളു. ആ കൂട്ട് നീ എടുത്തിട്ടു. ഇതോ കോട്ട് പോലും ഇടാൻ അറിയാൻ മേലാത്ത നീയാണ് മാനേജർ. പിന്നെ നിന്റെ സ്ഥിരം പരിപാടി ഇറക്കി ലുക്കുള്ള ഞാൻ മാനേജർ, നീ അസിസ്റ്റന്റ്. നീ അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ബുദ്ധിയുള്ള ഞാൻ മാനേജര്, നീ അസിസ്റ്റന്റ്. എന്നിട്ട് ഈ ബുദ്ധിമാന്റെ ബുദ്ധിയൊന്നും പ്രവൃത്തിയിൽ കാണുന്നില്ല. കാണില്ല. ജനറൽ മാനേജർ മുന്നേ, അസിസ്റ്റന്റ് മാനേജർ പുറകെ. മനസ്സിലായി? വെൽക്കം 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 വെൽക്കം. ഞങ്ങളെ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിക്കാൻ വന്നതാണ്. 10,000 പേരിൽ 100 പേരെയാണ് ഇതിനകത്ത് കരുതുന്നത്. ആ 100 പേരിൽ പെട്ടതാണ് നിങ്ങൾ. ഇതിന് പ്രത്യേകം അഭിനന്ദനം. ഇരിക്കെ വിശദമായി പറഞ്ഞുതരാം. ഞങ്ങൾ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിക്കാൻ വന്നതാണെന്ന് പറഞ്ഞല്ലോ. കൺഗ്രാജുലേഷൻ. അപ്പോ ഞാൻ ബാക്കി കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഈ ടൂറിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയണം. അതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ കൂൾ ഡ്രിങ്ക്സോ? ചായ തന്നെ ആയിക്കോട്ടെ. മേഡത്തിനൊരു ജ്യൂസ് എടുക്കട്ടെ? വേണ്ട വേണ്ട, അവർക്ക് ഷുഗർ ഉള്ളതാണ്. അതുകൊണ്ട് വിത്തൗട്ട് ഒരു ചായ കൊടുത്താൽ മതി. അസിസ്റ്റന്റ്, എനിക്കൊരു സോഡ നാരങ്ങ. എന്റെ അസിസ്റ്റന്റ് എനിക്ക് ഷുഗർ നിങ്ങളോട് ആരാ പറഞ്ഞു? വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു. ടൂറിന് പോകാൻ രണ്ടുപേർക്കും തൃപ്തിയായെന്ന് തോന്നുന്നു. ഡീറ്റെയിൽസ് എല്ലാം അസിസ്റ്റന്റ് പറഞ്ഞു. ഞാനാണ് മെയിൻ മാനേജർ. ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ പോകാനുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. വിദേശത്താണെങ്കിൽ 10,000, സ്വദേശത്താണെങ്കിൽ 5,000 ഞങ്ങൾ തരും. കൺഗ്രാജുലേഷൻ. അപ്പം ഭക്ഷണവും പ്ലെയിൻ ടിക്കറ്റും ഒക്കെ ആര് തരും? അതൊന്നും ഈ ഗിഫ്റ്റ് പാക്കേജിലില്ല. ടിക്കറ്റും ഫുഡും താമസത്തിലുള്ള പകുതി ചാർജിൽ നിങ്ങൾ വഹിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ടൂർ കൊടുക്കും. അല്ലേ സിസ്റ്റർ? സന്തോഷമായില്ലേ? ഇത് വല്ലാത്തൊരു ഗിഫ്റ്റ് ആയി പോയെന്നെ സാറേ. വിദേശത്ത് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കറങ്ങാം. എക്സ്പെൻസ് കുറയും. അതിന്റെ വിശദ വിവരം അസിസ്റ്റന്റ് പറയും. ഇതെല്ലാം കൂടി ഒരു മാനേജറെ പറഞ്ഞാൽ പോലെ. വെൽക്കം പറയാൻ ഒരു മാനേജര്, കൺഗ്രാജുലേഷൻ പറയാൻ ഒരു മാനേജര്, ചായ കൊണ്ടുവരാൻ ഒരു മാനേജര്. എടി, 2 മാനേജർമാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ? കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ.
എന്റെ സാറേ വേണ്ട, കുറെ ആയി. ഇത് താങ്ങാനുള്ള ശരീരമില്ല. സാർ കർണാടകയിൽ പോയിട്ടുണ്ടോ? ഈ കർണാടക ബന്ദിപ്പൂർ പാർക്കിൽ ഒരു 15 ദിവസത്തെ ടൂർ ഉണ്ട്. അവിടെ ആനയുണ്ട്, കുതിരസവാരിയുണ്ട്, ഒട്ടക സവാരിയുണ്ട്. ഇതിലേത് വേണം? ഏതായാലും അവിടെ പോകുകയല്ലേ, ആനപ്പുറത്ത് തന്നെ കയറിയേക്കാം. കൺഗ്രാജുലേഷൻ. നിങ്ങൾ സെലക്ട് ചെയ്താണെന്ന് വെച്ചാൽ അതിപ്പോ പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ അത് വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറയാം. അയ്യോ, ആലോചിക്കാൻ സമയമില്ല. വണ്ടി അല്ലടാ പൊട്ടാ, ഹൈറ്റ്. അല്ല സാറേ, ടൂർ പോകുന്നില്ലെങ്കിൽ ഗിഫ്റ്റ് ക്യാഷ് ആയിട്ട് തരുമോ? സോറി മാഡം, അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളുടെ കമ്പനി. നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഉടനെ പറയണം, ഗിഫ്റ്റ് അടുത്ത ആൾ കൊടുക്കും. യെസ്. പിന്നെ ഗിഫ്റ്റ് മേടിക്കാൻ അങ്ങ് ആള് ക്യൂ നിൽക്കുകയല്ലേ. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത്. മാടി പോകാം. അവന്റെ ഒരു ടൂർ പാക്കേജ്. രണ്ട് കോട്ട് വിട്ടോണ്ട് ഇറങ്ങിയപ്പോ മനുഷ്യനെ പറ്റിക്കാന്. താൻ ഓവറാക്കി അവര് കസേര കാര്യം കോട്ടും കോപ്പും. നേരം വെളുപ്പിനെ ടൂറൊന്നും പറഞ്ഞ അവൾ ഇറങ്ങിയതാ. ഉണ്ടോ, സന്ധ്യയായി. സന്ധ്യാനാമൻ അമ്പലത്തിൽ കേൾക്കാൻ തുടങ്ങി. ചേട്ടാ ചേട്ടാ, നമുക്ക് ഇനിയും വീട്ടിലേക്ക് പോകണോ? നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കാൻ ചേട്ടാ. എന്നിട്ട് നീ വേറെ പലയിടത്ത് പോകുന്നുണ്ടോ ടൂറിന്? അതല്ല ചേട്ടാ, നമ്മള് രാവിലെ ആനിയോട് പറഞ്ഞിട്ടല്ലേ ഇറങ്ങി ശ്രീലങ്കയ്ക്ക് പോകുന്നെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, പോയിട്ട് വന്നിട്ട് പറയാമെന്ന്. ഇനി എന്താ ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ ചെന്ന് അവളോട് പറയണം ശ്രീലങ്ക പുലി ഇറങ്ങിയെന്ന്. അതുകൊണ്ട് നീ ടൂർ മാറ്റി വെച്ചു 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. നീ ഇത് പറഞ്ഞു നോക്ക്. എന്റെ ചേട്ടന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്?